ഗലീലയിലെ കൊച്ചു ഗ്രാമം നസ്രത്ത്, വലിയ ഒച്ചപ്പാടുകളും ആരവങ്ങളുമില്ലാത്ത ശാന്തമായ ആ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിലെ മറിയം എന്നുള്ള ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് സന്ദേശവുമായിട്ട് ദേവദൂതൻ കടന്നു ചെല്ലുകയാണ്. ആ സന്ദർശനത്തിൽ സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളുമായി നീങ്ങിയ ആ മറിയത്തെ ഒന്ന് ഉലയ്ക്കുന്ന ഒരു സന്ദർശനവും സന്ദേശവും കൊടുക്കുക. കൃപ നിറഞ്ഞവളെന്ന് അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയൊരു രഹസ്യം പറയുകയാണ്. ഒരു പുരുഷനെ അറിയാതെ അമ്മയാകാൻ പോകുന്നു എന്നുള്ള രഹസ്യം. മറിയം അല്പം ചിന്തിച്ചു. അസ്വസ്ഥതയായെന്ന് നമുക്ക് പറയാനാകില്ല, എങ്കിലും ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കുമെന്ന്. അതിനുള്ള മറുപടിയായിരുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ആ വലിയൊരു ഉറപ്പിൽ മറിയത്തിൻ്റെ പിന്നത്തെ പ്രത്യുത്തരം ഇതായിരുന്നു, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. മറിയം പിന്നെ ഒട്ടും താമസിച്ചില്ല, തിടുക്കത്തിൽ യാത്രയാകുകയാണ്. ഈ സന്ദർശനത്തിൻ്റെ ദൗത്യവും പേറിക്കൊണ്ട് ഒരു സന്ദർശനം നടത്തുകയാണ്. തൻ്റെ ഇളയമയായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഈ വലിയ സന്ദേശം പങ്കുവെക്കുന്നു. വന്ധ്യയായിരുന്ന എലിസബത്ത് ഇന്ന് 6-ാം മാസത്തിലാണെന്ന് അറിയുമ്പോൾ ആ സന്തോഷവും പേറിക്കൊണ്ട് പറയുകയാണ്, അസാധ്യ കാര്യങ്ങൾ തന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്ന്. 2 സന്ദർശനങ്ങളാണ് നമ്മളിവിടെ കാണുക. അതാണ് എൻ്റെ ഇന്നത്തെ ആദ്യ ചിന്ത. സന്ദർശനത്തിനായിട്ട് വന്ന ദൂതൻ മേരിയെ കൃപ നിറഞ്ഞവളായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് കൃപയുടെ അനുഗ്രഹം ഒരു സന്ദേശമായി ആ സന്ദർശനത്തിൽ പങ്കുവയ്ക്കുന്നു. മറിയം വീണ്ടും ആ സന്ദേശത്തിൻ്റെ പൊരുളുമായി നീങ്ങുകയാണ്. ആഹ്ലാദവും സന്തോഷവും പങ്കുവയ്ക്കുന്ന മറ്റൊരു സന്ദേശത്തെ നൽകിക്കൊണ്ട് 2 സന്ദർശനങ്ങൾ തമ്പുരാൻ്റെ കൃപ നിറഞ്ഞ നിമിഷങ്ങളായി മാറിയപ്പോൾ ജീവിതത്തിന് അർത്ഥവും അതുപോലെ തമ്പുരാൻ്റെ നിയോഗം തിരിച്ചറിയുന്ന പുണ്യ സന്ദർശനങ്ങളായി മാറുന്നു. എങ്കിൽ ഈശോയെ സ്വീകരിക്കാനുള്ള ക്രിസ്തുമസിൻ്റെ ഒരുക്കനാളിലായിരിക്കുന്ന നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇന്നേ ദിവസം നമ്മുടെ സന്ദർശനങ്ങൾ എപ്രകാരമുള്ളതാണ്? മറ്റുള്ളവർക്ക് അരോചകത്വവും അസ്വസ്ഥതയും സംഘർഷവും ഒക്കെ സൃഷ്ടിക്കുന്ന സന്ദർശനങ്ങളാണോ? പരദൂഷണത്തിൻ്റെയും അസൂയയുടെയും പങ്കുവയ്ക്കലായിട്ട് നമ്മുടെ സന്ദർശനങ്ങൾ മാറുന്നുണ്ടോ? നമ്മുടെ സന്ദർശനങ്ങൾ ദൈവത്തെ പേറുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ പങ്കുവയ്ക്കലാകുന്ന സന്ദർശനങ്ങളായിട്ട് മാറുമ്പോൾ ആ നിയോഗങ്ങൾ കൃപകളുടെ നിമിഷങ്ങളായി മാറുന്നു. ജീവിതം കുറെ കൂടി സന്തോഷം പങ്കുവയ്ക്കുന്ന സന്ദർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. മറിയത്തിന് ലഭിച്ച ആ ഉറപ്പ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതൊരു ആത്മഫലത്തിൻ്റെ ഉറപ്പ് നൽകുന്ന സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നുണ്ട്, പ്രതീക്ഷകൾ മങ്ങുന്നുണ്ട്,
സ്വപ്നങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എന്നിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നഷ്ടചിത്തരാകുകയാണ്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. നിരാശയിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ്റെ മുൻപിൽ തമ്പുരാൻ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ബൈബിളിലെ താളുകളിൽ അബ്രാഹത്തിൻ്റെ വിളിയിൽ ആരംഭിക്കുകയാണ് ഈ ചങ്കുറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ ഉറപ്പ്. വാർദ്ധക്യത്തിൽ കഴിയുന്ന അബ്രാഹത്തിനും സാറയ്ക്കും മക്കളുണ്ടാകുന്നു. അസാധ്യമായവ സംഭവിക്കുന്നു. വീണ്ടും എലിസബത്ത് ഗർഭവതിയാകുന്നു. വന്ധ്യയായിരുന്ന വാർദ്ധക്യത്തിലായിരുന്ന എലിസബത്തിനും അസാധ്യമായത് സംഭവിക്കുകയാണ്. ഇതാ മറിയത്തിൻ്റെ ചരിത്രത്തിലും അസാധ്യമായവ സംഭവിക്കുന്നു. സുവിശേഷത്തിലൂടെ, യേശു സംഭവങ്ങളിലൂടെ നാം കാണുന്നുണ്ട്, യേശുവിന്, തമ്പുരാന് അസാധ്യമായതൊന്നുമില്ല. തിബേരിയസ് കടൽ തീരത്ത് വള്ളവുമായി മീൻ പിടിക്കാൻ ഇറങ്ങിയതിന് ശേഷം മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും ഒരു രക്ഷയുമില്ലാതെ നഷ്ടചിത്തരായി വരുന്ന ആ ശിഷ്യഗണത്തിനോട് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന തമ്പുരാൻ കടലിൻ്റെ വലത്തുഭാഗത്തേക്ക് വല ആഴത്തിൽ വീശുവാൻ പറയുന്നു. ഒന്നുമില്ല എന്നുള്ള അവരുടെ നഷ്ടബോധത്തിൻ്റെ ചിന്തകളെ വെല്ലുവിളിച്ചുകൊണ്ട് തമ്പുരാൻ്റെ ആഹ്വാനം. വല നിറയെ മത്സ്യങ്ങളുമായിട്ട് കയറി വരുന്നു. എല്ലാം തീർന്നു, ഇന്നത്തെ ദിവസം ഒന്നും ലഭിച്ചില്ല. നഷ്ടചിത്തരായി നീങ്ങുന്നവർക്ക് തമ്പുരാൻ നൽകുന്ന ഉറപ്പായിരുന്നു ആഴത്തിൽ വല വീശുക. അസാധ്യമായി തീരുന്ന നിമിഷങ്ങൾ സാധ്യതകളിലേക്ക് ഉണർത്തുന്ന ഒരു തമ്പുരാൻ. അനന്ത സാധ്യതകളാണ് തമ്പുരാൻ്റെ പക്കൽ. നമ്മുടെ ജീവിതത്തിലും ഇതെല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചുവെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ നമ്മളെ കൈവിടാതെ നിൽക്കുന്ന ഒരു തമ്പുരാൻ്റെ മുഖം തിരിച്ചറിയാം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ വലിയ ചിന്ത സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച, ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ഒരു ആൾ രൂപമാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഷാജൻ മാത്യു അച്ഛൻ. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലി നാളിൽ തന്നെ കൃത്യമായിട്ട് താനൊരു ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിയുകയാണ്. വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല എന്നുള്ള ഡോക്ടറുടെ ആ ചിന്ത പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ട്. പല ചികിത്സ മുറകളും റേഡിയേഷനെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഇനിയും ഈ രോഗത്തിൽ നിന്ന് വലിയ മോചനമില്ല എന്നുള്ള ആ തിരിച്ചറിവിൻ്റെ നിമിഷത്തിൽ ഷാജനച്ചൻ തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ? നിനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 25 വർഷങ്ങളും ഞാൻ അധ്വാനിച്ചു. അജഗണത്തിനായി നിന്റെ സന്ദേശം നൽകി. അവസാനം കൃത്യം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഈ ജൂബിലി നാളിൽ തന്നെ ഇത് വേണമായിരുന്നു. പക്ഷേ അനന്ത സാധ്യതകളുടെ തമ്പുരാൻ ഷാജനച്ചനെ കൈവിട്ടില്ല. അദ്ദേഹം വീണ്ടും ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്ക്, തമ്പുരാൻ്റെ നിയോഗങ്ങളിലേക്ക് സജീവമായി തിരിച്ചെത്തുന്നു. തമ്പുരാൻ്റെ ഇടപെടലുകൾ തൻ്റെ മുൻപിലുള്ള അസാധ്യതകളെ മാറ്റിമറിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അനന്ത സാധ്യതകളുടെ അനുഭവത്തിലേക്ക് നീങ്ങിയപ്പോൾ ഈ ഷാജനച്ചൻ മനോഹരമായ ഒരു അനുഭവത്തിൻ്റെ ഗാനം ആലപിക്കുന്നുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, നഷ്ടചിത്തരായി നീങ്ങുമ്പോൾ
എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, തമ്പുരാൻ നൽകുന്ന ഉറപ്പ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുന്ന നമുക്ക് കുറേ കൂടി ഈ തമ്പുരാൻ്റെ അനന്ത സാധ്യതകളെ തിരിച്ചറിയാനും, നമ്മുടെ സ്വപ്നങ്ങൾ തകരുമ്പോഴും പ്രതീക്ഷകൾ മങ്ങുമ്പോഴും ഈ അനന്ത സാധ്യതകളുടെ തമ്പുരാൻ നമ്മളെ കൈവിടുകയില്ലെന്നുള്ള ആത്മീയ തൻ്റെ ഇടത്തോടു കൂടി ജീവിതത്തെ കുറേ കൂടി അർത്ഥവത്താക്കുവാനും, ഈ ക്രിസ്തുമസ് ഒരുക്കത്തിൻ്റെ നാളുകൾ കുറേ കൂടി ദൈവിക സ്പർശനത്തിൻ്റെ നാളുകളാക്കുവാനും നമുക്ക് ശ്രമിക്കാം. വരാൻ പോകുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.